നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പൂജാവിധികളെക്കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യജന്മത്തിൽ നമ്മൾക്കെല്ലാം വളരെ സ്വാതന്ത്ര്യപരമായിട്ടുള്ളൊരു ജീവിത അനുഭവം ദീർഘകാലത്തേക്ക് ശരീരത്തോടുകൂടിയും മനസ്സോടുകൂടിയും ആത്മചൈതന്യത്തോടുകൂടിയും അഹന്തയോടുകൂടിയും ഒന്നിനും ഒരു ലുപ്തം പിടിച്ചു വെക്കാത്ത വിധം സർവ സ്വാതന്ത്ര്യത്തോടുകൂടി ഇന്ന് ഈ ഭൂമിയിൽ നമ്മളൊന്നും അറിയാതെ ജനിക്കുക, അതേ തുടർന്ന് കാലങ്ങൾക്കിപ്പുറം ജീവിത രീതിയുടെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പിന്നെ ഓരോ വ്യക്തിത്വങ്ങളുടെ ഭാവങ്ങളിലേക്കായി മാറുക, കുറച്ച് നാൾ ആസ്വാദനപരമായിട്ടുള്ള ജീവിതം, അതിനുശേഷം പിന്നുള്ള തലമുറകൾ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാലം കഴിഞ്ഞ് നമ്മൾ യാത്രയാകുന്ന സമയം. അപ്പോൾ ഇത്രയും കാലം നമ്മളുടെ ജീവിത രീതിയിൽ ഏകദേശം ഒരു വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെയുള്ള ജീവിത രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിന് മേളിലോട്ട് ആവാം. പക്ഷേ എങ്കിലും ഒരു 80 വയസ്സ് വരെയൊക്കെയുള്ളൊരു ജീവിത രീതിയിൽ പല പല സ്റ്റേജുകൾ കടന്ന് നമ്മൾ വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളുടെ പ്രസൻസിൽ നമ്മൾ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടതും സ്വപ്നങ്ങൾ കണ്ടത് പൂവണിയാൻ പറ്റാത്ത വിധത്തിൽ ആ കണ്ട സ്വപ്നങ്ങളിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു സന്തോഷവും മനസമാധാനവും കുറച്ച് പൈസയും കുറച്ച് സ്വത്ത് വകകളും ഇതെല്ലാം ഒപ്പിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസം നമ്മളിതെല്ലാം കഴിഞ്ഞങ്ങ് പോകും. ഈ ഒരു വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ജീവിത ഇടയിൽ ഓടി നടന്ന് കുറച്ച് വിദ്യാഭ്യാസവും മറ്റ് ബന്ധങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ നേടിയെടുത്തിട്ട് ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് പിന്നീട് ജീവിക്കേണ്ടത്? ഈ ഒരു ജന്മം ജീവിച്ച് നിർത്തിയാൽ മതിയോ? അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, നമ്മളുടെ കാലം കഴിഞ്ഞാലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ ഭൂമിയിൽ വരുന്ന തലമുറകൾക്കുണ്ടാവണം, ഈ ഭൂമിയിലുള്ള നവരസങ്ങളായിട്ടുള്ള ഓരോ ഭാഗങ്ങളും, അതായത് ഗ്രാമീണ ഭംഗി, ഓരോ സ്ഥലത്തിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത ഭാവങ്ങൾ, ഇതൊന്നും ഇന്നും ശരിക്കും ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പോലും പറ്റാത്ത പല ജന്മങ്ങളും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ നേരത്ത് നമ്മൾ ദൈവം എന്ന് പറയുന്ന ആ സ്നേഹസ്വരൂപനായ, നമ്മളെ കണ്ണിൽ കാണാത്ത അദൃശ്യമായ, നമ്മൾ അടുക്കും തോറും ദൂരോട്ട് ഓടി മറഞ്ഞ് മാറുന്ന ആ ചൈതന്യത്തെ നമ്മൾ ആരാധിച്ച് പൂജിച്ച് നമ്മൾ ആത്മീയ തലങ്ങളിലേക്ക് പോകുന്ന വ്യക്തികളും, അതല്ല മനുഷ്യരൂപഗതിയിൽ അടുത്ത തലമുറകളെ സൃഷ്ടിച്ചും ഒരു കുടുംബജീവിത രീതികളിൽ പോകുന്ന വ്യക്തികളും, ഇങ്ങനെ ഓരോ വ്യക്തിത്വത്തിന് ഉടമകളായിട്ടുള്ള മനുഷ്യ സ്വരൂപങ്ങളായിട്ടുള്ള മനുഷ്യ ശരീരത്തോടു കൂടിയുള്ള ജനങ്ങളാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം. നമ്മളെപ്പോലെ തന്നെ ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും, ബുദ്ധിയുള്ളവർ കാണും, ബുദ്ധിയില്ലാത്തവർ കാണും, പേടിയുള്ളവർ കാണും, പേടിയില്ലാത്തവർ കാണും, പറയാൻ കഴിവുള്ളവർ കാണും,
ചിലപ്പം മറ്റേതെങ്കിലും കഴിവിലുള്ള വ്യക്തികൾ കാണും. അങ്ങനെ ഓരോ വിധത്തിലുള്ള കലകളോട് കൂടിയുള്ള ജനങ്ങളും ഇന്ന് ഈ ഭൂമിയിലെല്ലാം ഉണ്ട്. ഇവരെല്ലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈശ്വരസേവ ചെയ്ത്, ഈശ്വരന്മാർക്ക് ദാനവും ചെയ്ത്, സമൂഹത്തിന് വേണ്ട അന്നദാനവും നടത്തി, പാർട്ടികളും നടത്തി, സുരക്ഷിതപരമായിട്ട് കുറച്ച് സാമ്പത്തികം കുറേ ആളുകൾക്ക് കൊടുത്ത് സഹായിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ കാലം കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ആവുകയാണ്. പിന്നീട് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. പിന്നെ വീട്ടുകാർ ചെയ്യും, ഒരു കൊല്ലം കഴിയാൻ നേരത്ത് ഓരോ ആണ്ട് നടത്തും. വീട്ടുകാർ ചെയ്യുന്ന ഒരു പരിപാടി അതേ ഉള്ളൂ. വേണമെങ്കിൽ പത്രത്തിലും കൊടുക്കും, അല്ലെങ്കിൽ മീഡിയയിലും കൊടുക്കും. നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യം, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യഗണങ്ങളിൽപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള സഹകരണ മനോഭാവത്തിൽ സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നതിനകത്തല്ല, അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള നല്ല വാക്കുകൾ പറഞ്ഞ് യഥേഷ്ടപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൊച്ചു കൊച്ചു സാമ്പത്തിക സഹായങ്ങളിൽ കൂടെ നിന്ന് ആ യുക്തമാകുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ തിരികെ വാങ്ങി അവരെ സ്വയം പ്രാപ്ത രീതിയിലേക്കാക്കി വിടാനും നമ്മൾ ശ്രമിക്കണം. അതിലുപരി ഈ നാട്ടിൽ നമ്മൾ ജീവിക്കാൻ നേരത്ത് നമ്മളെപ്പോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഒരുപാട് അസുഖങ്ങളിൽപ്പെട്ട് കിടക്കുന്ന വ്യക്തികളും ഈ ഭൂമിയിലുണ്ട്. കാലങ്ങളായി നമ്മളുടെയൊക്കെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ അവരുടെയൊക്കെ പ്രായത്തിൻ്റെ വാർദ്ധക്യ അവസ്ഥയിലുള്ള മരണാന്തരപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വായി വരാൻ നേരത്ത് അവരുടെയൊക്കെ ശരീരഭാഗങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും അടുത്ത തലമുറയ്ക്ക്, അതായത് ഈ കണ്ണ് കാണാൻ വയ്യാതിരിക്കുന്ന ആളുകൾക്ക് ഒരു കാഴ്ച ശക്തി, കാരണം ഇവിടെ ജീവൻ പോയി കഴിയാൻ നേരത്ത് പിന്നീട് അത് കൊണ്ടുവന്ന് നമ്മൾ എരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. 5ൻ്റെ അന്ന് എല്ലാം കൂടി തൂത്തുവാരി എടുത്തു കഴിഞ്ഞാൽ അരനാഴി ചാമ്പലേ ഉള്ളൂ. ഇവിടെ ജീവിച്ചിരുന്നപ്പം കോടാനുകോടി മുതലിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തെക്ക് വടക്ക് രാജകീയ പ്രൗഢിയിൽ നടന്ന വ്യക്തി കാലം കഴിയാൻ നേരത്ത് അരനാഴി ചാമ്പൽ, അതെവിടെ കൊണ്ട് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഒരു പ്രയോജനവുമില്ല. പിന്നെ ഹൈന്ദവാചാര പ്രകാരമായിട്ടുള്ള ക്രിയകൾ, അത് നമ്മൾ കണ്ടു വന്നതും നമ്മൾ ചെയ്ത് ശീലിച്ചതും അങ്ങനെയുള്ള അതൊരു മനസമാധാനപരമായിട്ടുള്ള ഒരു പൂജയാണ്. അപ്പോൾ ആ പൂജാതി സമ്പ്രദായങ്ങളിലെല്ലാം നമ്മളുടെ പാരമ്പര്യപരമായിട്ടുള്ള രീതികളാണ്. ഞാനിവിടെ പൂജയല്ല ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ഒരു മനുഷ്യരായിട്ടുള്ള ഒരു മാനുഷിക പരിഗണന, നമ്മളുടെയൊക്കെ ശരീരം കെട്ടിച്ചുമന്ന് കൊണ്ട് നടന്നിട്ട് അവസാനം ജീവൻ പോകാൻ കഴിയാൻ നേരത്ത് എല്ലാം കൂടി പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്ന് എരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്ക ആളുകളുടെ മരണം ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചാണ്, വീട്ടുകളിൽ വെച്ച് വളരെ റെയറാണ്. അപ്പം അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വരാൻ നേരത്ത് ആ വ്യക്തികളുടെ, ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും, അവരുടെ ആ ഒരു മരണം കഴിയാൻ നേരത്ത് അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ അടുത്ത വരുന്ന തലമുറകൾക്ക്, അതായത് ആ ഉണ്ടായിട്ടുള്ള തലമുറകൾക്ക് ഒരു പുതുജീവൻ എന്നുള്ള നിലയിൽ നമ്മളൊരു ദാനം ചെയ്യുന്നത്, അതിൻ്റെ ഒരു പൂജയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഈശ്വരൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഏത് പ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊന്നും വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു മഹത് കാര്യമായിരിക്കും ഒന്നുകിൽ കുടുംബക്കാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വയ്യാഴ്മയായിട്ട് കിടക്കുന്ന വ്യക്തി മുൻകൂട്ടി നേരത്തെ തന്നെ ഡോക്ടറിനോടും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപരമായിട്ടുള്ള ആളുകളെ വിവരങ്ങൾ അറിയിച്ചും ഇത്തരം കാര്യങ്ങൾ ജീവിച്ചിരിക്കാൻ നേരത്ത് തന്നെ ഒരു കുറിപ്പിൽ എഴുതി വയ്ക്കുകയും ഈ അസുഖപരമായി കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്ന വ്യക്തികളോടും അവരും കൂടെ അത് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ
അവരുടെ കാലം കഴിയാൻ നേരത്ത് ഡോക്ടർമാരതെടുത്ത് അത് പ്രയോജനമായിട്ട് ആവശ്യക്കാരനായിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കും. ഈ പോയ വ്യക്തി വീണ്ടും അവരിൽ ജീവിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇതൊരു ചെയിൻ ബൈ ചെയിനായിട്ട് ഈ ഒരു സമ്പ്രദായ രീതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും മരിക്കുന്നില്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരു 100 പേരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 30 പേരെങ്കിലും ഈ പറഞ്ഞ കണക്ക് വൈകല്യമുള്ള ആളുകൾ. ഈ കൊണ്ട് എരിച്ച് കളയുന്ന നേരം കൊണ്ട് ഇത്ര ഒരു കാര്യം ചെയ്താൽ ആ 30-ൽ 15 പേരെങ്കിലും അവരുടെ ആ ഒരു ജന്മത്തുണ്ടാകുന്ന ജീവിത രീതി ഈ ഭൂമിയൊക്കെ ഒന്ന് കണ്ടും ആസ്വദിച്ചും അവരും അങ്ങ് മരിക്കട്ടെ. അവരുടെയൊക്കെ ആ ഒരു സന്തോഷം മതി ഈ ദാനം കൊടുത്ത വ്യക്തി ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും പാപങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട്. കാരണം ഇതൊന്നും വില കൊടുത്ത് മേടിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതികളൊന്നുമല്ല. ഒരു സന്ദർഭ സമയത്ത് നമ്മളെല്ലാം ആയിപ്പോവുക ചെയ്യുന്നത്. ആ കൂരുരുളായിട്ട് കിടക്കുന്ന ആ ഇരുട്ടിൽ നിന്ന് വെട്ടത്തിലോട്ട് വന്ന് എന്തെന്നറിയാൻ വയ്യാതെ വാ തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ പുറമേ ഉള്ള നാച്ചുറലാവുന്ന ആ എയർ നമ്മളുടെ ഉള്ളിലോട്ട് പോവുക ചെയ്യുന്നത്. അതിനു മുമ്പും ഉണ്ട്. അതിൻ്റെ മുമ്പ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയം മുതൽ തന്നെ ഉണ്ട്. പക്ഷെ അത് കടം വാങ്ങിയിരിക്കുക. അത് താൽക്കാലികമായിട്ട് കടം വാങ്ങിയിരിക്കുക. ഈ പുറത്ത് വന്നിട്ട് ആദ്യത്തെ ആ ഒരു എനർജി പവർ വലിക്കാൻ നേരത്ത് കിട്ടുന്നതാണ് ഒരു ലേബറുകാരനായിട്ട് മാറുന്നത്. പിന്നീട് എപ്പോഴാണ് അത് തീരുന്നത്? യഥാർത്ഥത്തിൽ പോകുന്ന സമയത്ത്. അതുവരെ നല്ല കാലത്തായാലും നല്ല കാലം അല്ലെങ്കിലും ഇതിങ്ങനെ ശ്വസിച്ച് പുറത്ത് കളഞ്ഞ് വീണ്ടും വിഴുങ്ങി പുറത്ത് കളഞ്ഞ് ഇത് നല്ല കാലമായാലും ചള്ളുകാലമായാലും ഏത് കാലമായാലും നമ്മളിതും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു മനുഷ്യജന്മത്തിൽ ഈശ്വരൻ്റെ സ്പർശനം നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിലുപരി നല്ല നല്ല കാര്യങ്ങളുടെ ചിന്താഗതിയിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാം തികഞ്ഞു, എല്ലാം അറിയാം, എല്ലാം നേടി, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഈ ഈശ്വരൻ എന്നല്ല ഏത് വ്യക്തികളുടെ മനസ്സിലായാലും ഒരു സ്ഥാനം ഒരിക്കലും ഉണ്ടാവില്ല. ആ എളിമപരമായിട്ടുള്ള കാര്യവും അറിവുണ്ടെങ്കിലും ഇല്ലായ്മയെന്നുള്ള രീതി കാണിപ്പും എന്നാൽ അഹങ്കാര മനോഭാവം ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ ഒരു കുഞ്ഞുകുട്ടി ആയാൽ പോലും മാനിക്കും. ഈ 2 സിലബസും ഇവിടെ സ്വതന്ത്രമായിട്ട് തന്നിരിക്കുന്ന കാര്യമാണ്. അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ല. ബാക്കിയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പോയി കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അത് സബലീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് കുറച്ച് ആളുകൾ ജോലി കിട്ടുന്നതിന് വേണ്ടി ജോലിയുടെ ഹൈ ലെവലിലോട്ട് പോകുന്നതിന് വേണ്ടി അങ്ങനെ മാറിപ്പോകാറുണ്ട്. പക്ഷേ ഏത് രീതിയിൽ പോയാലും ഈ ജന്മത്ത് നമുക്ക് അവനുണ്ടാവുന്ന ചില അദൃശ്യ ശക്തികൾ, അതിൻ്റെ ചില കലകൾ അവനവൻ്റെ ശരീരത്തിലും ഉള്ളിലും മനസ്സിലും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ദേഷ്യവും വൈരാഗ്യവും സ്നേഹവും കാമവും ഇതെല്ലാം തക്ക സമയങ്ങളിൽ ഒഴുകി വരുന്നത്. അപ്പം ഇതൊക്കെ സമയങ്ങളിൽ എടുത്ത് വിനിയോഗിക്കാൻ അറിയാവുന്ന വ്യക്തികളാണ്. ഇവരാരും PhD എടുത്ത വ്യക്തികളൊന്നുമല്ല. എങ്കിൽ തന്നെയും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനും
അതിനെ ആർട്ടിഫിഷ്യലായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാനും ആ സ്വപ്നങ്ങളും കാണുന്ന വ്യക്തികളാണ്. അപ്പം ഈ സ്വപ്നം കാണുന്ന വ്യക്തികളാവാൻ നേരത്ത് യഥാർത്ഥത്തിൽ എവിടാണ് സ്വർഗം? നരകം എവിടെയാണ്? നരകം അവനവൻ ചെയ്യുന്ന നെഗറ്റീവ് പ്രവർത്തനങ്ങളിൽ അവനവൻ നരകത്തിൽ തന്നെ ജീവിക്കും. എന്നുവെച്ചാൽ ഇവിടെ കിടന്ന് ഇക്ഷാറ വരയ്ക്കും. അതാണ് നരകം, ഇവിടെ തന്നെയാണ്. മേപ്പോട്ടൊന്നൊന്നുമില്ല. സ്വർഗവാ അവനവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തി അടുത്ത നല്ല പ്രവൃത്തികൾ ചെയ്യാനും അടുത്ത ഒരുവനെ ആ നല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുമുള്ള സേവനം ചെയ്താൽ ദൈവതുല്യനായി. അപ്പോൾ അവൻ സ്വർഗത്താണ് ജീവിക്കുന്നത്. ഇനി പാപിയോ? രാത്രി കിടന്നാൽ ഉറക്കം കാണത്തില്ല. രാത്രി കിടന്നാൽ കണ്ണടച്ച് ഇരുട്ടത്ത് കിടക്കാൻ നേരത്ത് ഉറക്കം കാണത്തില്ല, അല്ല ഉറക്കം കിട്ടത്തില്ല. അപ്പോൾ അത് ഉറങ്ങാത്ത രീതിയിൽ കണ്ണും തുറന്നിങ്ങനെ കിടക്കും. അത് ദുഷ്കൃത മനസ്സുള്ള ആളുകളാണ്. അപ്പം ഇതൊന്നും ചത്തു കഴിഞ്ഞാലല്ല അനുഭവിക്കുന്നത്. ഇതെല്ലാം ജീവിച്ചിരിക്കാൻ നേരത്ത് തന്നെ സർവ്വസുഖങ്ങളും മനസ്സിലാക്കി പോകാനാണ് ഈശ്വരൻ നമ്മളെ ഒന്നും അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുറച്ച് കാര്യങ്ങൾ അറിയിപ്പിച്ച് പഠിപ്പിച്ച് വേണമെങ്കിൽ പേരിൻ്റെ കൂടെ ഡോക്ടറേറ്റും കൂടെ തന്ന് ഈ ഒരു ലോകത്ത് സ്വതന്ത്രമായിട്ട് പാറിപ്പറക്കാൻ ഒരവസരവും തന്നു. നമ്മളൊന്ന് മനസ്സിലാക്കുക, നല്ലൊരു വൃക്ഷം അതിൻ്റെ നല്ല കാലത്ത് നല്ലതായിട്ട് നിൽക്കും. അതിൻ്റെ കാലം കഴിയും തോറും അത് പഴുത്ത് വന്ന് അടുത്തതിലോട്ട് വന്ന് വീഴും. അപ്പോൾ അത് ചിരിക്കും. വീണ്ടും അതിൻ്റെ ഗതി ആദ്യത്തെ കണക്കാകും. വീണ്ടും ഇതിൻ്റെ എല്ലാ വളവും കൂടി അതിൻ്റെ ചവിട്ടിൽ തന്നെ കിടന്ന് അത് മൊത്തം നശിച്ചു പോകും. അപ്പം നമുക്ക് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി നമ്മളെ നല്ലതാക്കി കൊണ്ടുപോകും. നമ്മൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അതിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കും.